ഈ ട്വിൻസിനെ ഉണ്ടല്ലോ രണ്ടുപേരെയും രണ്ടിടങ്ങളിലാക്കിയിട്ട് നമുക്ക് മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വരുവേ. ശരിക്കും അത് ഭയങ്കര പാടുള്ള കാര്യമാണ്, സത്യത്തിൽ വിഷമം പിടിച്ച കാര്യം. പക്ഷെ എന്നാ ചെയ്യാനാ, ചില അവസരങ്ങളിൽ നമുക്കങ്ങനെ പോയല്ലേ പറ്റൂ. പിന്നെ ഇവരെ ഒന്നിച്ച് നിർത്തിയിട്ട് അങ്ങ് പോയാൽ പോരെയെന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കും അത്യാവശ്യം കുറുമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ അത് വീട്ടിലുള്ളവർക്ക് വലിയ പാടാകും. അതുകൊണ്ടാണ് ഞാൻ രണ്ട് മക്കളെയും രണ്ട് മമ്മിമാരുടെ കയ്യിലേൽപ്പിച്ചിട്ട് പോകുന്നത്. ചെന്നൈയിലേക്കാണ് കേട്ടോ പോക്ക്. സത്യത്തിൽ ഞാനും ഇച്ചാനും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതായിരുന്നേ. പക്ഷേ ആ സമയമായപ്പോഴേക്കും മക്കൾക്ക് പനിയൊക്കെ പിടിച്ചു. അപ്പോൾ എൻ്റെ പോക്ക് വേണ്ടെന്ന് വെച്ചു. ഇച്ചായൻ തന്നെ പോയി. പിന്നെ പനിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ അങ്ങ് പോകാമെന്ന് വിചാരിച്ചേ. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് എത്തിപ്പോയി. ട്രെയിനാണെങ്കിലോ കുറേ നേരം ലേറ്റും. അതുകൊണ്ട് നല്ലൊരു സമയം എനിക്കവിടെ പോസ്റ്റ് ആകേണ്ടി വന്നു. അതിനിടയിലാണെങ്കിൽ വെയിലും മഴയും മാറി മാറി വന്നു. എന്തായാലും നീണ്ട നേരത്തെ എൻ്റെ കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറുന്നത് വരെ മഴ തന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചേക്കല്ലേ എന്ന എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന എന്തായാലും ദൈവം നന്നായിട്ട് കേട്ടു. ഞാൻ ഒരു തുള്ളി പോലും നനഞ്ഞില്ലായിരുന്നു കേട്ടോ. നാട്ടിലെല്ലായിടത്തും നല്ല മഴയായതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ പോയല്ലേ പറ്റൂ. എടിപിടിയെന്നുള്ള വരവായതുകൊണ്ട് പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു ബുക്ക് എടുത്ത് ബാഗിൽ വെച്ചായിരുന്നേ. പണ്ടെങ്ങോ വായിച്ചിട്ട് വെച്ചതാണ്. എന്നാലും ഇങ്ങനെയുള്ള യാത്രയിൽ എന്തെങ്കിലും കുറച്ച് നേരം വായിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. സത്യത്തിൽ എനിക്കിങ്ങനെ ഒറ്റയ്ക്കുള്ള പോക്ക് ഭയങ്കര ബോറടിപ്പിക്കുന്ന കാര്യമാണ്. ആരോടെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും പോകുന്നതാണ് കൂടുതലിഷ്ടം. ഞാനാണെങ്കിൽ ഇടയ്ക്കിങ്ങനെ ഓർക്കുമായിരുന്നേ, പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കുറേ ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്നൊക്കെ. എത്ര സോളോ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ എന്തായി, സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെന്നൈ വരെ തന്നെ ഒറ്റയ്ക്ക് പോകുന്നത്. നമ്മുടെ ലൈഫ് എന്ത് പെട്ടെന്നല്ലേ മാറി മറിയുന്നത്. പിള്ളേരായാലോ പ്രയോറിറ്റീസ് മൊത്തം അവരങ്ങ് എടുക്കും. എന്തായാലും ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചപ്പോഴേക്കും ഇച്ചായൻ്റെ വക ഒരു സർപ്രൈസ് എത്തി. പിന്നെ അതും കഴിച്ച് എല്ലാവരും കിടന്നപ്പോഴേക്കും ഞാനും കരുതി ഉറങ്ങിയേക്കാന്ന്. ഉറക്കമൊന്നും വന്നില്ല, എന്നാലും അങ്ങ് കിടന്നു. എന്നാൽ പിന്നെ ശരി, ടാറ്റാ.